നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാനുള്ളത് ബേരഡക്ക ഗ്രാമപഞ്ചായത്തിലെ കൈരളിപ്പാറ എന്ന പ്രദേശത്താണ്. എൻ്റെ കൂടെയുള്ളത് ആലാമി എന്ന കൈരളിപ്പാറ ഉന്നതിയിലെ 80 വയസ്സ് പിന്നിട്ട ഒരു വല്യച്ഛനാണ്. ഇദ്ദേഹത്തിന് ഒരു കാലത്ത് ഇന്ത്യൻ സിനിമയിലെ അതുല്യ പ്രതിഭകളായ MGR, രജനീകാന്ത്, മമ്മൂട്ടി തുടങ്ങിയ താരങ്ങളുമായി അടുത്ത ബന്ധവും ചങ്ങാത്തവും ഒക്കെ ഉണ്ടായിരുന്നു. 12ാം വയസ്സിൽ നാട് വിട്ടുപോയ ആളാണ് ആലാമി. അദ്ദേഹത്തിന്റെ വർത്തമാനവും പാട്ടും നമുക്കൊന്ന് കേൾക്കാം. കായലരിയത്ത് വലയെറിഞ്ഞപ്പോ വഴകുലേകിയ സുന്ദരി പെണ്ണുകെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു ഞറക്കിന് ചേർക്കണേ. കണ്ണിനാലെന്റെ കരളിനു എണ്ണ കാച്ചിയ നമ്പലം കൽബിനറിഞ്ഞപ്പോ ഇന്ന് ഞമ്മള് കയറ് പൊട്ടിയ പമ്പരം ചേർന്നവളെന്ന് ലോര് നിന്നുടെ കയ്യിന നെയ്ച്ചോറ് വെച്ചത് തിന്ന് കൊതിയേറെയുണ്ടും നെഞ്ചിന. അമ്പിഴുന്നിന്റെ പുരിയ കുടയുടെ കമ്പു കൊണ്ട് ഞരമ്പുകൾ കമ്പൊടിഞ്ഞൊരു ചീലക്കുടയുടെ കമ്പി പോലെ വലിഞ്ഞുവോ. വേറെയാണ് വിചാരമെങ്കില് നേരമായത് ചെല്ലുവാം. വെറുതെ എന്തിനി എയിലും വെയിലത്തും കയ്യിലും കോത്തി നടക്കണ. ഉടവുമായി പുഴ തടവിൽ വന്നിന് തടവിലാക്കിയ പൈങ്കിളി ഒടുവിലെന്നിന് തങ്കിഴ പുഴ നടുവിലാക്കരുതിക്കളിയേ. അല്ല വേട്ടാ, ഈ പാട്ടെല്ലാം എടുത്ത് പഠിച്ചതപ്പോ പണ്ടേ അറിയോ പാട്ട്? കേട്ടു പഠിച്ചത്. അപ്പൊ നിങ്ങൾ എത്ര ക്ലാസ് വരെ പഠിച്ചിനി? പഠിച്ചിട്ടേ ഇല്ല. ഞാൻ ഹുബ്ബള്ളി, ധാരവാഡ, കർണാടക, ചെന്നൈ, അതിൽ ജോലാർപേട്ടായിട്ട് എല്ലാം നാട് ചുറ്റിട്ട് വന്നത്. അപ്പൊ നിങ്ങൾ ജനിച്ച സ്ഥലം എവിടാ? ജനിച്ചത് പുലിക്കോട്. എന്റെ അച്ഛന്റെ തറവാട് പുലിക്കോട്. നമ്മളെ പള്ളത്തങ്കാല്. പള്ളത്തങ്കാല്. അവിടാണ് നമ്മ ജനിച്ചത്. അവിടെ തറവാടുണ്ട്. അപ്പൊ പണ്ടെല്ലാം എന്തി പണി? നാട്ടുമ്പുറത്ത് എന്തി പണി ഉണ്ടായത്? നാട്ടുമ്പുറത്ത് ഞാൻ കെട്ടുപോർക്കും. ചുമട്, വലിയ ചുമട്, ഒരു കിണ്ടയിൽ ചക്കല പൊറക്കും. അങ്ങനെ കെട്ടുപോർത്തിരുന്ന് ഇതാക്കും. പിന്നെ നാടൻ പണി അങ്ങനെ വെളിങ്ങനെ പിന്നെ പോയതല്ലേ, നാട് വിട്ടിട്ട് പോയത്. നാട് വിട്ടത് എത്രാമത്തെ വയസ്സിൽ നാട് വിട്ടത്? ഞാൻ നാട് വിട്ട് ഒരു 12 വയസ്സിൽ പോയി. അച്ഛനും അമ്മ ആരില്ലല്ലോ. അപ്പോ കാലിൽ നോക്കാനും മറ്റേത് ഇതിലെല്ലാം പോയിനി. ഇപ്പൊ എത്ര വയസ്സായി? എനിക്കിപ്പോ 80 വയസ്സ്. 80-ൽ ജാസ്തിയല്ല, കുറയില്ല. കർണാടകയിൽ മാത്രോ പണി അവിടെ എടുത്തത്? കർണാടകത്തിലല്ല, കേരളത്തില്. വയനാട് പോയിട്ട് വയനാട് നിന്ന് മാനന്തവാടി, അതില് ഊട്ടി പോയിട്ട് ഊട്ടിന്ന് മൈസൂർ പോയി, മൈസൂരിൽ നിന്ന് പിന്നെ ബാംഗ്ലൂർ പോയി, ബാംഗ്ലൂരിൽ നിന്ന് നടന്ന് ഹുബ്ബള്ളി, ധാരവാഡ ഇതെല്ലാം പോയി. എന്തി പണി എന്തെന്ന് എടുക്കലപ്പോ ആ ഭാഗത്തെല്ലാം? ആ ഭാഗത്തെല്ലാം കൂലിയില്ല, കൂലി ചുമട് അതിന് പോകും. ഞാൻ അതിനൊന്നും മടിക്കില്ല. ശമ്പളം കൂലി എത്ര ഉണ്ടായിനപ്പോ? കൂലി വലിയ കൂലിയൊന്നും ഇല്ലടാ. എന്നാലും കർണാടകയിൽ കർണാടക 2 റുപ്യ 3 റുപ്യ ഉണ്ടാവും. 3 റുപ്യ ആ സമയത്ത്. ഇവിടെ നാട്ടിലുണ്ടാകുമ്പോ നാട്ടിൽ അങ്ങനെ പണിയെടുത്തിട്ടില്ല, കെട്ടുപോർക്കലിന്നെ. എന്നാലും നാട്ടിൽ തന്നെ കുറച്ച് പൈസ അധികം ആടുന്ന് കിട്ടിയിട്ടുണ്ടാവും കൂലി കർണാടകയിൽ നിന്ന്. കെട്ടുപോർത്തിട്ടല്ലേ? കെട്ടുപോർത്തിട്ട്. ഈ നാടൻ പാട്ടെല്ലാം നല്ല നല്ല രീതിയിൽ പാടുവോ? പണ്ടേ പാടിക്കൊണ്ടുണ്ടോ നാടൻ പാട്ട്? ഞങ്ങള് ഈ മംഗലത്തിന്റെ പാട്ടാ. അതെ അതെ അതെ, മംഗലത്തിന്റെ അതാ ഒന്ന് പാടുറേങ്ങോ ഒരു പാട്ട്. മാണിനഗര് ഓ മാണിനഗര് സംഗടി മാതും വളത്തിനക്ക് എന്നവേ നീ പന്തോട് എഴുന്നേലിപ്പോട് എന്നവേ പന്തോടോ എഴുന്നേലിപ്പോട. അത് ശരി. അത് നല്ല പാട്ട്. അത് ഇപ്പോഴും ഉണ്ടല്ലോ, ഇപ്പോഴും പാടുന്നുണ്ട്. പുതിയ പുതിയ പാട്ടുകാരെല്ലാം ആ പാട്ട് പാടുന്നുണ്ട്. അത് പുതിയ പാട്ട് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പാട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. പാട്ടിന്റെ രീതി, പാട്ടിന്റെ കഥയെല്ലാം പാടിയതിന്റെ എന്തെന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഇത് മനസ്സിലാക്കല് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. പിന്നെ എള്ളുള്ളരോ എള്ളുള്ളരോ മാണിനഗരെ
ஓ மாநிலங்க சங்காட்டி மாதம் மழத்துண்டுக்கு எண்ணெய் போடும் மஞ்சள் போடும் நெருமாதி போடும் என்ன பவே പന്തോടോ എന്നെലി പോട് അതിൽപ്പെട്ട പാട്ട് തന്നെ. അതെ 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 അതെ. അപ്പൊ ഈ കർണാടകയിൽ ആ ഭാഗത്ത് പോയപ്പാട് ഈ സിനിമാ നടന്മാരായിട്ടുള്ള നല്ല ബന്ധം, രജനീകാന്ത് മമ്മൂട്ടിയായിട്ടുള്ള നല്ല ഷൂട്ടിങ്ങിൽ ഞാൻ കണ്ടത്. ഷൂട്ടിങ് നടക്കുന്നിടത്ത് നിങ്ങൾ പോയിട്ടുണ്ടാവും. പോയിട്ട് അങ്ങനെ കണ്ടത്. അപ്പൊ അങ്ങനെ അവരോട് സംസാരിക്കാൻ വേണ്ടി അവസരം ഉണ്ടായിരുന്നു രജനീകാന്തുമായിട്ട്? രജനി എംജിആർ പറഞ്ഞ് ചെന്നൈയിൽ പോകലാ. சென்னையில் போல அங்க வேலை இருக்குது, செடிக்கு தண்ணி ஊத்துறதுக்கு, சாப்பாடு துணி மணியெல்லாம் தரான் കൊടുക്കലാന്ന് പറഞ്ഞത് എംജിആർ പറഞ്ഞു. അപ്പൊ അയാളെ കാണുമ്പോ നമ്മ പേടിയാണ്. കയ്യെല്ലാം വലിയ വണ്ണമുണ്ട്, തടി വലിയ. അപ്പൊ പറഞ്ഞു ഞാൻ ഊർക്ക് പോലെ വേല ചെയ്യുന്നു. അപ്പൊ പറഞ്ഞു പൈസ തന്നിട്ട് എന്താ കൊള്ളക്കാരുണ്ട്, പണം അടിച്ച് കൊണ്ടുപോകും, അതുകൊണ്ട് എന്ത് ട്രെയിനിന് പോകണം, വണ്ടിക്ക് തീവണ്ടിക്ക് പറഞ്ഞയക്കും. ഈ മലയാളം അല്ലാണ്ട് ബാക്കിയുള്ള ഭാഷ എല്ലാം അറിയോ? ഹിന്ദി തമിഴ് എല്ലാം പഠിച്ചു? തമിഴെല്ലാം അറിയത്, ഹിന്ദി കുറച്ചാൾ പറയും. ഹിന്ദി ബോംബെയിലുണ്ടായിനാ? ബോംബെയിലുണ്ടായില്ല. ഞാൻ ഹിന്ദി പഠിച്ചു തന്നെ. ഇधर जाओ बैठता है, खाना खाता है, तू क्या करता है എന്നല്ല, ഇതെല്ലാം നമ്മൾ ഇരുന്ന് പഠിച്ച, എവിടെ പോയിട്ട് പഠിച്ചതല്ല. ഈ മമ്മൂട്ടിയായിട്ട് ചേർന്നില്ല ഫോട്ടോ എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ഫോട്ടോ ഞാൻ ഉണ്ട സിനിമ മുള്ളേരി എത്തുന്നു. ഉണ്ട സിനിമ മമ്മൂട്ടിയും ഞാൻ കുറെ വർത്തമാനം പറഞ്ഞ് ഇതെല്ലാം ഇതാക്കിന്. കളക്ടർ പോലീസ് എല്ലാം മാലിട്ടിന്, കൊട്ടം പാടി കൊടുത്തിട്ട്. നിങ്ങൾക്ക് മാല ഇട്ടത് മമ്മൂട്ടി? മമ്മൂട്ടിക്ക് ഞാൻ മാല ഇട്ടത്. ശരി. പിന്നെ നമുക്ക് പിന്നെ അന്ന് നല്ല ഇതായി. ഇപ്പൊ പണിയൊന്നും എടുക്കാണ്ട് കുറെ ആയിട്ടുണ്ടാവും. ഇപ്പൊ പണിക്കൊന്നും പോകുന്നില്ല. അതെ, വയസ്സായില്ലേ അല്ലേ? വയസ്സായി. ഇപ്പൊ എത്രയായി? 80 ജാസ്തിയായി. എന്റെ ഞാൻ ഒരമ്മക്ക് ഒരൊറ്റ മോന്, ഒരച്ഛനും ഒരു മോന്. പിന്നെ ഞാൻ ചത്തെന്ന് പറഞ്ഞ എന്റെ ആൾക്കാർ പറ്റ വിട്ടിട്ട് പോയി. പിന്നെ രണ്ടാമത് ഞാൻ എന്റെ തറവാട്ടിൽ വന്നു. തറവാട്ടിൽ വന്നിട്ടായിട്ടപ്പോ ഇപ്പേക്ക് ഞാൻ പറയുന്ന ഭാഷ തന്നെ. അപ്പൊ പറഞ്ഞു ഇതെന്തോ കാട് പറയുന്നു, ഓന് ഏടുന്ന് വന്നതെന്നുള്ള ആൾക്ക്. അപ്പൊ എന്റെ ഇളയപ്പനുണ്ട്, എന്തെന്ന് ഓനോട് പറഞ്ഞു, ഓനിപ്പോ പുതിയായിട്ട് വന്നു, നമ്മള് ഏട്ടന്റെ മോൻ, ഓനോടൊന്ന് നിങ്ങൾ പറയണ്ട പറഞ്ഞത്. അപ്പിയുടെ പയ്യെത്തി. ഇപ്പൊ ഇവിടെ താമസം ഈട് മീത്ത കൈരളിപ്പാറ. അവിടെ വീട്ടിലാരല്ലേ? വീട്ടിലാരല്ലേ? വീട്ടില് എന്റെ ഓള് മക്കളുണ്ട്. മക്കൾക്കെല്ലാം വീട് വേറെ വേറെ കെട്ടി. അവരെല്ലാം നാട്ടിലെ നാടൻ പണി തന്നെ. അപ്പ മരത്തിന്റെ മരം മുടിക്കല്, റോഡാക്കലും ഞാൻ തന്നെ. ശരി. ഈ മലയാളം അല്ലാണ്ട് വേറെ ഏതെങ്കിലും പാട്ട് അറിയോ? ഹിന്ദിയോ തമിഴോ പാട്ട് പാടാൻ? കർണാടകത്തില്. അതെ, അതൊന്ന് പാടറ രണ്ടുപേരി. സ്വാമി ദേവ അസുബിന് താളലാരെ ശിവ പാടയ പാവയന്റെ ഭക്തിയന്റെ ഉണ്ട് തെളിയന, പാവയന്റെ ഭക്തിയന്റെ ഉണ്ട് വലിയന, ശിവപ്പ കായത്തന്റെ മുരുള സ്വാമി ദേവ അസുവിന് താളലാരെ ശിവ പാടയ. അത് കന്നഡ. ഇപ്പൊ ഇവിടെ പുറമേ എന്തെങ്കിലും പരിപാടിയെല്ലാം ഉണ്ടെങ്കിൽ പോവോ? അടുക്കത്തെല്ലാം വിളിച്ചത് പോകും. പാട്ടിന് പാടും. അമ്പലത്തിന്റെ ആടെ അക്കരമല്ലേ ഇരിക്കുള്ളൂ. കുഞ്ഞോളെ സ്കൂളിന്റെ അടുത്തെല്ലാം പോയെങ്കിൽ വിളിച്ച പോവും, പാട്ട് പാടും. അങ്ങനെ പാടലുണ്ട് ആടെല്ലാം പോയിട്ട് കുട്ടികളുമായിട്ട് അല്ലേ? ശരി. അലാമേട്ടാ, ഈ സിനിമയെല്ലാം നോക്കിനോ പണ്ട്? കുറെ സിനിമ നോക്കലുണ്ടായിരുന്നു? എല്ലാ സിനിമയും നോക്കും? എല്ലാം നോക്കും. ആര് ഇഷ്ടപ്പെട്ട നടനാരി? ആദ്യത്തെ സിനിമ നോക്കിയത് എംജിആർ, വീരപ്പ, എം എൻ നമ്പ്യാർ, എം രാധ. മലയാളത്തില് മധു, സത്യൻ. മുടയെ മുട്ടുകു മുകൾ ചോദിച്ചുണ്ട് പുതുപുട്ടു രാജു കേണോട് അവൾ ഇലക്കര കാറ്റയെ പുത്തുപുട്ട വിളക്ക് അവൾ കരിയ നെറ്റിയെ കരിയ തുമ്പ് ഒരു നോട് ഓടനാടനോടനവര്
രക്തമുട്ട് ചെവിയെ എഴുതിയവെന്തരവൾ ലാകാത്ത നീതിയെ ഭൂമിയിട്ട് പോകുന്നുണ്ട് ഭൂമി നീതിയെ ഇളങ്ക ഞെട്ടുണ്ട് അവൾ കുവര കോരിയെ തർപ്പ വിജനെ എഴുതിയവെന്തോ കോട്ട്